എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി കണ്ടിന്യൂ ചെയ്യുന്നൊരു സെഷനാണിത്. നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഡെയിലി ടെസ്റ്റിനെ കാണുന്നത്. 10 ചോദ്യമാണുള്ളത്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി? ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ന് ബേസിക്കലി സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ 10 ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി? രണ്ടാമത്തെ ചോദ്യം, അമീബ ഏകകോശ ജീവിയാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് അമീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ്? ഇത് ഈസി ചോദ്യമാണ്. 3, കീഴാർ നെല്ലി ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? കീഴാർ നെല്ലി ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? 4, കോശങ്ങളിലെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ എന്നറിയപ്പെടുന്നത് തെറ്റാണ്. എന്നറിയപ്പെടുന്നതെന്നാണ്. കോശങ്ങളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയുന്നത് അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ഏത് ഓർഗനലാണ് സെല്ലിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സെല്ലിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഓർഗനൽ ഏതാണ്? കോശാംഗം ഏതാണ്? പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗനൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5ാമത്തെ ചോദ്യം. 6, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ചിലത് ഫാറ്റ് സൊല്യൂബിളാണ്, ചിലത് വാട്ടർ സൊല്യൂബിളാണ്. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 7, ജീവകം B12 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണെന്നാണ് 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, ലുക്കീമിയ ബാധിക്കുന്ന അവയവം ഏതാണ്? ലുക്കീമിയ, അതും അറിയാവുന്ന കാര്യമാണ്. ലുക്കീമിയ കോമൺ ക്വസ്റ്റ്യനാണ്. 9, ക്വാഷിയോർക്കർ എന്ന രോഗം ഏതിൻ്റെ അപര്യാപ്തത കാരണം വരുന്ന രോഗമാണ്? ഏതിൻ്റെ ഡെഫിഷ്യൻസി കാരണം, അപര്യാപ്തത കാരണം വരുന്ന രോഗമാണ് ക്വാഷിയോർക്കർ എന്ന് ആണ് 9ാമത്തെ ചോദ്യം. ലാസ്റ്റ് ചോദ്യം, 10ാമത്തെ ചോദ്യം, ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം ഏതാണ്? ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം ഏതാണത്? നമുക്ക് നോക്കാം, ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോന്നിൻ്റെ ആൻസേഴ്സ് നോക്കുകയാണ്. ആദ്യത്തേത്, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി? ഫൈക്കോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ആ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമീബ ഏകകോശ ജീവിയാണ്, ശരിയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് അമീബ. കീഴാർ നെല്ലി ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയ്ക്കാണ് കീഴാർ നെല്ലി ഉപയോഗിക്കുന്നത്. കോശങ്ങളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലൈസോസോം ആണ് കോശങ്ങളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് അറിയപ്പെടുന്നത്. ലൈസോസോം, കോശങ്ങളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലൈസോസോം. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏത് ഓർഗനലാണ്? മൈറ്റോകോൺട്രിയയാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഓർഗനൽ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? B-C ആണ്, വിറ്റമിൻ B and C. മറ്റേതാണ് ഫാറ്റ് സൊല്യൂബിൾ ഏതൊക്കെയാണ്? ADEK ആണ് ഫാറ്റ് സൊല്യൂബിൾ. ജീവകം B12 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഏത് മൂലകമാണ് വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്? കൊബാൾട്ടാണ്, കൊബാൾട്ട്. 8ാമത്തെ ചോദ്യം, ലുക്കീമിയ ബാധിക്കുന്ന അവയവം ഏതാണെന്നാണ്. ലുക്കീമിയ ബാധിക്കുന്ന അവയവം ഏതാണ്? രക്തം. ക്വാഷിയോർക്കർ എന്ന രോഗം ഏതിൻ്റെ അപര്യാപ്തത കാരണം വരുന്ന രോഗമാണ്? എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ക്വാഷിയോർക്കർ വരുന്നത്? ഇതിൻ്റെയാണ് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ്. 10, ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം ഏതാണ്? ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം എന്ന് പറയുന്നത് വിറ്റമിൻ E ആണ്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ടെസ്റ്റിലെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എത്രയാണ് കട്ട് ഓഫ് വേണ്ടത്? വളരെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 8 out of 10 ആണ് ഇന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ടേക്ക് കെയർ, ബൈ. നമുക്ക് വീണ്ടും കാണാം.